ഹിഡൂസ് ഗണിത ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 10th ഒരു ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. സോ നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ് ലീനിയർ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം. കൂടാതെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പോളിനോമിയൽസ് എന്ന വീഡിയോയിൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻസിനെ കുറിച്ച് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. എക്സ്പ്രഷൻസ്, ദെൻ പോളിനോമിയൽസ്, ദെൻ ലീനിയർ പോളിനോമിയൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ ലീനിയർ പോളിനോമിയൽസ് നിന്ന് ഇക്വേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ജസ്റ്റ് ഗിവ് ആൻ ഈക്വൽ ടു സൈൻ. അതായത് ആ ലീനിയർ പോളിനോമിയൽ മീൻസ് പോളിനോമിയൽ ഹാവിങ് ഡിഗ്രി 1, isn't it? ആ ടേംസിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഡിഗ്രീസിൻ്റെ ബേസിലാണ് നമ്മൾ ലീനിയർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇറ്റ്സ് ഡിഗ്രി മീൻസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ യൂസ് ദർ ഇസ് 1. ദാറ്റ് ഇസ് വാട്ട് വി കോൾ ലീനിയർ പോളിനോമിയൽ. ആ ജസ്റ്റ് ലീനിയർ പോളിനോമിയലിന് ഒരു ഈക്വൽ ടു സൈൻ, ജസ്റ്റ് ഇക്വേറ്റിംഗ് ദാറ്റ് പോളിനോമിയൽ ടു എനി അതർ കോൺസ്റ്റന്റ്. എങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നു? ജസ്റ്റ് ഗിവിങ് ആൻ ഈക്വൽ ടു സൈൻ, അല്ലെ? ഈക്വൽ ടു സൈൻ കൊടുത്ത് ഇക്വേറ്റ് ചെയ്യുക. അതായത് ഒരു LHSഉം RHSഉം ഉണ്ടാവുക. ദെൻ ദാറ്റ് എക്സ്പ്രഷൻ വിൽ ബിക്കം ആൻ ഇക്വേഷൻ. ആ എക്സ്പ്രഷനിൽ ഒരു ഈക്വൽ ടു സംതിങ്, ഈക്വൽ ടു 2 അല്ലെങ്കിൽ സിംപ്ലി ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ വി കോൾ ദാറ്റ് പോളിനോമിയൽ ആസ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം ദ ജനറൽ ഫോം ഓഫ് ലീനിയർ പോളിനോമിയൽ ഇസ് AX plus B, where A and B are real numbers and A not equal to 0. That is linear polynomial in one variable. അപ്പോൾ linear equation ആവുമ്പോൾ AX plus B equal to 0. where A and B are real numbers and A not equal to 0. ഇത് നിങ്ങൾ ഓൾറെഡി 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ, ദെൻ find the solution of linear equation in one variable also, that is x is equal to b minus a is the solution of linear equation in one variable, and the graph of linear equation is straight line, isn't it? ഇതെല്ലാം നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്കിനി ലീനിയർ ഇക്വേഷൻസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്, 2 വേരിയബിൾ യൂസ് ചെയ്ത് ദെൻ അതിൻ്റെ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് നമ്മൾ റിയൽ ലൈഫിൽ തന്നെ എവിടെയെല്ലാം ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അവിടെ അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു ഷോപ്പിൽ ചെന്നിട്ട് ചോദിക്കാം നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളൂ. നമ്മുടെ കയ്യിൽ അത്ര ചെറിയ കുട്ടികളാകുമ്പം അത്ര പൈസയല്ലേ തന്നു വിട്ടിട്ടുണ്ടാവുള്ളൂ, എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കും പറഞ്ഞ് വിട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ബാക്കി കിട്ടുന്ന പൈസേനെ കൊണ്ട് അവിടെ കണ്ടു എന്തോ ഒരു മുട്ടായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചോദിക്കും ഈ മുട്ടായിക്ക് എത്ര രൂപയാ? അപ്പം എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, അപ്പം എനിക്ക് എത്ര മുട്ടായി അല്ലേ ആ രൂപയ്ക്ക് കിട്ടും. അവിടെ നമ്മൾ ലെറ്റ് ദ എമൗണ്ട് ഇൻ മൈ ഹാൻഡ്, അത് ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ 5 rupees ആണ്. ദാറ്റ് സ്വീറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ദാറ്റ് ചോക്ലേറ്റ് കോസ്റ്റ് ₹5. അപ്പോൾ എൻ്റെ കയ്യിൽ 5, ദെൻ എനിക്ക് എത്ര കിട്ടും? നമ്മൾ എക്സൊന്നും വൈന്നൊന്നും കൊടുക്കുകയൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ് ചെയ്യുന്നത്. അവിടെ 1 വേരിയബിൾ. ഇനി ഇതുപോലെ 2 ക്വാണ്ടിറ്റീസ് റിലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇഷ്ടംപോലെ റിയൽ ലൈഫിൽ വരും. ആ 2 ക്വാണ്ടിറ്റീസ് റിലേറ്റ് ചെയ്യുന്ന സമയം എങ്ങനെയെല്ലാം അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 വേരിയബിൾസ് അവിടെ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. മെയിൻലി റിയൽ ലൈഫിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ബഡ്ജറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളൊരു ഒരു ഫാമിലി പ്ലാനിങ് നടത്തുമ്പോഴും, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് ടൈം സെറ്റ് ചെയ്യുന്നതും ഇങ്ങനെയെല്ലാം അവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യും. കളിക്കേണ്ട സമയങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. അതിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ഇക്വേഷൻസ്. അവിടെയൊന്നും എക്സ് വൈ എന്നൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. ബട്ട് എവിടെയാണ് ആക്ച്വലി 2 വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും അല്ലെങ്കിൽ 2 ക്വാണ്ടിറ്റീസ് തമ്മിൽ റിലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ 2 വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ള ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താണ്? ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻ ഇക്വേഷൻ വിച്ച് ക്യാൻ ബി പുട്ട് ഇൻ ദ ഫോം AX plus BY plus C equal to 0, where A, B and C are real numbers and A, B not equal to 0. This is the general form of linear equation in 2 variables, AX plus BY plus C equal to 0. where A, B and C are real numbers, A, B not equal to 0. ഈ എയും ബിയും 0 ആയിപ്പോയാൽ എക്സും വൈയും ഉണ്ടാവില്ല. എക്സിൻ്റെയും വൈൻ്റെയും 2 വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് 0 ആവാൻ പാടില്ല എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. ദിസ് ഇസ് ദ ജനറൽ ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്, ദാറ്റ് ഇസ്
ax plus by plus c equal to 0, where a and b and c are real numbers and ab not equal to 0. So, നമ്മുടെ ചാപ്റ്റർ എന്താ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ ഒന്നല്ല, നമുക്ക് രണ്ടെണ്ണം വേണം, പെയർ. അപ്പോൾ ഇറ്റ്സ് ജനറൽ ഫോം എന്താണെന്ന് നോക്കാം. a1x plus b1y plus c1 equal to 0, ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ. Second, a2x plus b2y plus c2 equal to 0, where a1, a2, b1, b2, c1, c2 are real numbers and a1, a2, b1, b2 not equal to 0. ഇതാണ് ലീനിയർ ഇക്വേഷൻ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം. സോ ഇപ്പോൾ എന്താണ് ലീനിയർ ഇക്വേഷൻ, ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ജനറൽ ഫോം, വാട്ട് ഈസ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്, വാട്ട് ഈസ് ഇറ്റ്സ് ജനറൽ ഫോം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ മീൻസ് ഇവിടെയുള്ള വേരിയബിൾസ്, അൺനോൺ ക്വാണ്ടിറ്റീസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. എക്സ് ആൻഡ് വൈ ആർ ദ അൺനോൺ ക്വാണ്ടിറ്റീസ് ഇയർ. ആ അൺനോൺ ക്വാണ്ടിറ്റീസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ദ വേ ടു ഫൈൻഡ് ദ സൊല്യൂഷൻ, സോൾവ്. അപ്പോൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെയെല്ലാം സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ദർ ആർ 2 ways മെയിൻലി, ജോമെട്രിക്കൽ വേ ആൻഡ് ആൾജിബ്രൈക്. ജോമെട്രിക്കൽ വേ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡ്. ഇപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന കാര്യം. ദിസ് ഈസ് ഓൾസോ എ ലീനിയർ ഇക്വേഷൻ, ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് 2 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ലീനിയർ ഈ 2 വേരിയബിൾസ് ഇതിൻ്റെ ആയാലും ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം ഒരു ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പം നമുക്കിവിടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആർ ദേർ. അപ്പം നമുക്ക് എന്തായാലും 2 സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഒരു ഗ്രാഫ് വരക്കുമ്പോൾ 2 സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതാണ് ജോമെട്രിക്കലി. ഇനി അതിൽ നിന്ന് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എനിവേസ് ഗ്രാഫിൽ വരക്കുമ്പോൾ വി വിൽ ഗെറ്റ് 2 സ്ട്രെയിറ്റ് ലൈൻസ്. ഇനി എന്താ, ബൈ ജസ്റ്റ് ലുക്കിംഗ് ദ നേച്ചർ ഓഫ് ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻസ്, ആ ഗ്രാഫിൻ്റെ ഓരോ നേച്ചർ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കിയാണ് നമ്മൾ സൊല്യൂഷൻസ് പറയുന്നത്. ഒരു പറഞ്ഞ ഇക്വേഷന് ഹൗ മെനി സൊല്യൂഷൻസ് വിൽ ബി ദെയർ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരക്കുമ്പോൾ ദീസ് 3 ടൈപ്സ് വിൽ ഗെറ്റ്. അതായത് ഒരു എക്സ് ഷേപ്പ് ഇന്റർസെക്റ്റിംഗ്, പിന്നെ ഒന്ന് പാരലൽ ലൈൻസ്, പിന്നെ ഒന്ന് കോയിൻസിഡന്റ്. അതായത് 2 ഇക്വേഷൻസ് വിൽ ബി ദെയർ, ആ രണ്ടിൻ്റെയും സെയിം ലൈൻ തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് വി കോൾ കോയിൻസിഡന്റ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരക്കുമ്പോൾ ഈ 3 ടൈപ്പ് ആയിരിക്കും കിട്ടുക ഗ്രാഫ്. ഒന്നിക്കൽ ഇന്റർസെക്റ്റിംഗ്, ഹിയർ പാരലൽ ആൻഡ് കോയിൻസിഡന്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഇന്റർസെക്റ്റിംഗ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 സൊല്യൂഷൻ. എക്സിനും വൈക്കും ഒരേ ഒരു സൊല്യൂഷൻ. ദാറ്റ് ഈസ് വാട്ട് വി കോൾ യുണീക്ക് സൊല്യൂഷൻ. ഇന്റർസെക്റ്റിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ വി ഗെറ്റ് യുണീക്ക് സൊല്യൂഷൻ. ഇനി പാരലൽ ആണെങ്കിൽ നോ സൊല്യൂഷൻ, കോയിൻസിഡന്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. അതായത് ആ ലൈൻ കടന്നു പോകുന്ന എല്ലാ വാല്യൂസും ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നർത്ഥം. അതായത് എന്താണ് ഈ സൊല്യൂഷൻ? നമുക്ക് ഒരു ഇക്വേഷൻ തന്നാൽ ആ ഇക്വേഷൻ ഇപ്പം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സും വൈയും ഏത് 2 എലമെന്റ്സ് കൂട്ടിയാലും നമ്പേഴ്സ് കൂട്ടിയാലാണ് 2 കിട്ടുക. അങ്ങനെ ആ വാല്യൂസ്. അപ്പം ഇത് അങ്ങനത്തെ പെയർ ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ 2 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിനും വൈക്കും ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അതിൽ മാത്രമേ ആ ഇക്വേഷൻ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ, 2 ഇക്വേഷൻ. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി കോൾ അത് യുണീക്ക് സൊല്യൂഷൻ. ഇവിടെ പാരലൽ ആ ഇക്വേഷൻസ് രണ്ടും കേസ് വരുന്ന ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഇറ്റ് മീൻസ് അപ്പോൾ നോ സൊല്യൂഷൻ. ഇത് കോയിൻസിഡന്റ്. കോയിൻസിഡന്റ് മീൻസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഗ്രാഫിൻ്റെ. കൺസിഡർ ദീസ് 2 ലീനിയർ ഇക്വേഷൻ 3x plus 4y equal to 20 and x minus 2y equal to 0. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ലീനിയർ ഇക്വേഷൻസിൻ്റെ ഗ്രാഫ് വരയ്ക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ 3x plus 4y equal to 20. എക്സിന് ഞാൻ 0 കൊടുത്തപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന y വാല്യൂ ഈസ് 5 ആൻഡ് എക്സിന് ഞാൻ 4 കൊടുത്തപ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന y വാല്യൂ ഈസ് 2. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് മതി. 0, 5ഉം 4, 2ഉം കിട്ടി. സോ അത് ഗ്രാഫിൽ എക്സ് ആക്സിസ് ഇസ് ദ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് വൈ ആക്സിസ് ഇസ് ദ വെർട്ടിക്കൽ ലൈൻ. കാര്യങ്ങളെല്ലാം അറിയുന്നതാണ്. 4 ക്വാഡ്രൻസ് ആയി ഗ്രാഫിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ഏത് ക്വാഡ്രന്റ് 0, 5. എക്സ് വാല്യൂ ഇസ് 0. അപ്പോൾ 0, 5. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് 4, 2. 4, 2. അപ്പോൾ അത് ഇന്റർസെക്ട് ചെയ്ത് ലൈൻസ് വരച്ചു. This represents the line of the equation 3x plus 4y equal to 20.
Then next x minus 2y equal to 0. അവിടെ ഞാൻ xന് 0 കൊടുക്കുമ്പോൾ the y value is also 0. Then xന് 4 കൊടുക്കുമ്പോൾ the y value is 2. അപ്പോൾ 2 points കിട്ടി. Then one coordinate is 0 0 and the next coordinate is 4 2. അപ്പോൾ this equation represents the line of x minus 2. This line represents the equation x minus 2y. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയേ, രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എക്സ് ഷേപ്പ്. അപ്പോൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് മാത്രമാണ് ദിസ് 4 2 ആണ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ദാറ്റ് മീൻസ് ദ കോർഡിനേറ്റ് 4 2. അപ്പോൾ ഈ 2 ഇക്വേഷനും കോമൺ ആയിട്ട് ഒരൊറ്റ ഈ പോയിന്റിൽ മാത്രമേ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇതിന് ഒരേ ഒരു സൊല്യൂഷൻ, ദാറ്റ് ഈസ് വാട്ട് വി കോൾ യുണീക്ക് സൊല്യൂഷൻ. ഒരു ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ് ആണെങ്കിൽ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ 4 2. അതുപോലെ ഇപ്പോൾ സപ്പോസ് ഐ എം ഗെറ്റിംഗ് പാരലൽ ലൈൻസ് ആണ്. ഞാൻ പറഞ്ഞു 3 types ഗ്രാഫ്സ് ഇസ് ദർ. ഒന്ന് ഇന്റർസെക്റ്റിംഗ്, ദെൻ പാരലൽ, ദെൻ കോയിൻസിഡന്റ്. ഇപ്പോൾ എനിക്ക് പാരലൽ ആണ് കിട്ടിയെങ്കിൽ വി കോൾ ദാറ്റ് ഇക്വേഷൻസ് നോ സൊല്യൂഷൻ. ആ എക്സും വൈയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷനും ആ രണ്ട് ഇക്വേഷന് ഇല്ല. ഇനി സപ്പോസ് ഐ എം ഗെറ്റിംഗ് കോയിൻസിഡന്റ് ലൈൻ മീൻസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ആ രണ്ടിൽ ഒരേ ലൈനിൽ തന്നെയാണ് ആ പാസ് ചെയ്യുന്ന പോയിന്റ് എല്ലാം തന്നെ അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. So this is the way to find solution of pair of linear equations by geometrical method, that is by graphical method. ഓർക്കേണ്ട point, 3 graphs will be there, 3 types of graphs will be there. ഒന്ന് intersecting, then parallel and then coincident. Intersecting means it contains only one solution, then parallel means no solution, then coincident means infinitely many solution. Appo if no solution aanengil we call those two linear equations are inconsistent. ഒരു സൊല്യൂഷനും ഇല്ലെങ്കിൽ ആ ലീനിയർ ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയും. സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ വി വിൽ സേ ഇറ്റ് ആസ് കൺസിസ്റ്റന്റ് ഇക്വേഷൻസ്. ഇനി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ വി വിൽ കോൾ ദോസ് പെയർസ് ആസ് ഡിപ്പെൻഡന്റ് ഓൾസോ. അപ്പോൾ ഇതാണ് നേച്ചർ ഓഫ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ സൊല്യൂഷൻ വേണം. സൊല്യൂഷൻ വേണം എന്ന് പറഞ്ഞാൽ യുണീക്ക് സൊല്യൂഷൻ ആവാം, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇനി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കൂടെ ആണെങ്കിൽ വി കോൾ ദോസ് പെയർ ആസ് ഡിപ്പെൻഡന്റ്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ്. ഇത് ഗ്രാഫിക്കൽ വേ. അപ്പം എല്ലാ മെത്തേഡും നമുക്കിപ്പോൾ ഗ്രാഫ് വരച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് അല്ലേ. സോ അപ്പോഴാണ് നമ്മൾ അടുത്ത മെത്തേഡ് ഓൾജിബ്രായിക് മെത്തേഡിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ബിഫോർ ദാറ്റ് ഇനിയിപ്പോൾ ഗ്രാഫ് വരക്കാതെ തന്നെ നമുക്ക് ഗിവൺ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ നേച്ചറെ പറ്റി അറിയാം. അതായത് ഓൾജിബ്രായിക് മെത്തേഡ് കണ്ടുപിടിക്കുന്നതിന് അതും ആ മെത്തേഡും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വെദർ ദ ഗിവൺ പെയർ ഓഫ് ഇക്വേഷൻസിന് വാട്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഇറ്റ് മസ്റ്റ് ഹാവ് എന്നുള്ളത് ജസ്റ്റ് അതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ റിലേഷൻസ് ഒന്ന് പോയിന്റ്സ് ഉണ്ട്, 3 points, അതൊന്ന് ചെക്ക് ചെയ്ത് നമുക്ക് പറയാം അത് ഇക്വേഷന് എത്ര സൊല്യൂഷൻ ഉണ്ട്, വെദർ ദ ഇക്വേഷൻസ് ആർ ഡിപ്പെൻഡൻ്റ് ആണോ കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളത്. ഗ്രാഫും വരയ്ക്കേണ്ട, മറ്റേ ഓൾജിബ്രൈക് മെത്തേഡിൽ പോവുകയും വേണ്ട. അല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് ആ കോഎഫിഷ്യൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കോഎഫിഷ്യൻ്റെ റേഷ്യോസ് ജസ്റ്റ് കമ്പയർ ദ റേഷ്യോസ് ഓഫ് ദി കമ്പയർ ദ റേഷ്യോസ് ഓഫ് ദി കോഎഫിഷ്യൻസ്. അവിടെ നിന്ന് നമുക്ക് ഗ്രാഫും വരയ്ക്കേണ്ട, അതിനു മുമ്പേ തന്നെ ഗ്രാഫും എങ്ങനെ ഇരിക്കും അതിൻ്റെ സൊല്യൂഷനെ കുറിച്ചും പറയാൻ പറ്റും. എങ്ങനെ? ജസ്റ്റ് ഫസ്റ്റ് a1/a2 ദേ ആർ കോഎഫിഷ്യൻസ് ഓഫ് എക്സിൻ്റെ കോഎഫിഷ്യൻസ് ആണ് a1ഉം a2. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2. a1 a2 കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്, b1 b2 കോഎഫിഷ്യൻ്റ് ഓഫ് y, c1 ആൻഡ് c2 ആർ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. അപ്പോൾ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2. അത് എക്സ് കോഎഫിഷ്യൻ്റെയും വൈ കോഎഫിഷ്യൻ്റെയും റേഷ്യോ ഈക്വൽ അല്ലെങ്കിൽ ഗ്രാഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കുമ്പോൾ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ. നെക്സ്റ്റ്, റേഷ്യോസ് ഈക്വൽ ആണ്. a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ റേഷ്യോയും വൈൻ്റെ കോഎഫിഷ്യൻ്റെ റേഷ്യോയും കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോസും ഈക്വൽ ആണെങ്കിൽ
coincident lines ആയിരിക്കും. That means infinitely many solution. Any x and y coefficients ratios are equal. That means a1 by a2 equal to b1 by b2, not equal to c1 by c2. Constant coefficient ratio നോട് കൂടി ഈക്വൽ അല്ല. ആ കേസ് വരുമ്പോൾ we will get parallel lines. അപ്പോൾ no solution. ഇതാണ് ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പേ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ before simplifying or using any other method, before itself we can say whether the given pair of linear equations contains how many solutions and what about its graph. ഈ ടേബിൾ ഈ കാര്യം ശ്രദ്ധിച്ച് പഠിക്കുക. a1 by a2 not equal to b1 by b2, intersecting lines, unique solution. a1 by a2 equal to b1 by b2 equal to c1 by c2, coincident lines, infinitely many solutions. a1 by a2 equal to b1 by b2 not equal to c1 by c2, parallel lines, no solution. So next algebraic method like kadakam. Algebraic method, there are three methods. First one is substitution method. ആദ്യത്തെ method substitution method. ആ പേരിൽ തന്നെ substitute ചെയ്യുക. അതൊരു എക്സാമ്പിൾ നിന്ന് പറഞ്ഞുതരാം how it is. Now solve these two equations. Solve the linear equation 7x minus 15y equal to 2 and x plus 2y equal to 3. Solve 7x minus 15y equal to 2 and x plus 2y equal to 3. First step, take the given equation as equation 1 and equation 2. നിങ്ങൾക്ക് തന്ന equation 1 എന്നും equation 2 എന്നും റെപ്രസെൻറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് find the value of x or y. ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ തന്നതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്നിക്കൽ എക്സിന്റെ വില അല്ലെങ്കിൽ വൈയുടെ വില കണ്ടുപിടിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ ഇക്വേഷൻ 2 എടുത്തു. അതിൽ നിന്ന് ഐ ജസ്റ്റ് ഫൗണ്ട് ദ വാല്യൂ ഓഫ് എക്സ്. ഞാൻ ജസ്റ്റ് ടുക്ക് ഇക്വേഷൻ 2, that is equation 2 is x plus 2y equal to 3. From that equation I found the value of x. ഞാൻ അതിൽ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിച്ചു. x is equal to 3 minus 2y. Take it as equation 3. അതിന് മൂന്നാമത്തെ ഇക്വേഷൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നു? ആ മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഈ കിട്ടിയ എക്സിന്റെ വില ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുന്നു. ഞാൻ സെക്കൻഡ് ഇക്വേഷൻ എടുത്താണ് എക്സിന്റെ വില കണ്ടുപിടിച്ചത്. സോ നമ്മൾ എടുക്കാത്ത ഇക്വേഷനിൽ വേണം കൊടുക്കാൻ. ഞാൻ സപ്പോസ് ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്താണ് ഞാൻ എക്സിന്റെ വില കണ്ടുപിടിച്ചെങ്കിൽ I just want to substitute the value of x in second equation. ഇവിടെ ഞാൻ സെക്കൻഡ് ഇക്വേഷൻ എടുത്താണ് എക്സിന്റെ വില കണ്ടുപിടിച്ചത്. ആ കിട്ടിയ വില ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതാ ഫസ്റ്റ് ഇക്വേഷൻ 7x minus 15y equal to 2. അവിടെ എക്സിന്റെ പ്ലേസിൽ എനിക്ക് ഈ കിട്ടിയ വില 3 minus 2y. 7 into 3 minus 2y minus 15y equal to 2. എക്സിന്റെ പ്ലേസിൽ ആ വാല്യൂ കൊടുക്കുന്നു. ബാക്കി ടേംസ് എല്ലാം അതുപോലെ എഴുതും. Now just opening the bracket. 7 into 3 21 minus 7 into minus 2y, that is minus 14y, then minus 15y equal to 2. Then simplifying the like terms, minus 14y minus 15. If both are negative, add and give negative sign. So add ചെയ്ത് negative sign കൊടുക്കുന്നു. I'm just transposing this 21 to other side. അപ്പോൾ minus 21y is equal to 2 minus 21. Then minus 29 minus 29y is equal to 2 minus 21. Minus 29y is equal to minus 19. Then y is equal to minus 19 by minus 29 will become 19 by 29. So y is equal to 19 by 29. yന്റെ വില കിട്ടി. നമുക്ക് എന്ത് വേണം? x. അതിന് നമ്മൾ ഓൾറെഡി നേരത്തെ x is equal to 3 minus 2y എന്ന് കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ദാറ്റ് ഇക്വേഷൻ 3. അപ്പോൾ ഇക്വേഷൻ 3ലേക്ക് just substitute the value of y that we got now. അപ്പോൾ ആ കിട്ടിയ വില അവിടെ കൊടുക്കുന്നു. 3 minus 2 into 19 by 29, that is 3 minus 38 by 29. Now 3 minus 38 by 29, you all know how to simplify fractions. We have to find LCM. The LCM is 29 itself. So 29 into 3 is 87. 87 minus 38 by 29, that is equal to 49 by 29. So the value of y is 19 by 29 and the value of x is 49 by 29. Only one solution, that means unique solution aanu. For their graph will be intersecting lines. And then നമുക്ക് coefficients check ചെയ്ത് ആദ്യമേ അത്
ഉറപ്പിക്കാം whether it contains infinitely many solution or not എന്നുള്ളത്. So unique, this is the way to find solution of value of x and y using substitution method. ഒന്നുമില്ല, പേര് പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്. രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, അതിനെ ജസ്റ്റ് ടേക്ക് ആസ് 1 and 2. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഓർ വൈ. എക്സോ വൈയോ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയി തോന്നുന്നത് അത് എക്സോ വൈയോ കണ്ടുപിടിക്കുക. അത് മറ്റേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ എക്സിന്റെ വില കണ്ടുപിടിച്ചാണ്, സോ വൈയുടെ വില കിട്ടി. ദെൻ ആഫ്റ്റർ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിന്റെ വില. ദിസ് ഇസ് ദ വേ ടു ഫൈൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്, പ്രാക്ടീസിലൂടെ മാത്രമേ ഈസി ആവുകയുള്ളൂ. സോ നെക്സ്റ്റ് ഇസ് എലിമിനേഷൻ മെത്തേഡ്. ആ പേരിൽ തന്നെ എലിമിനേറ്റ് ചെയ്യുക, എലിമിനേഷൻ മെത്തേഡ്. അതിന് ഒരു എക്സാമ്പിൾ നോക്കാം. given x plus y is equal to 5 and 2x minus 3y equal to 4. രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എലിമിനേറ്റ് ചെയ്യാം. ഞാനിവിടെ ഐ എം ഗോയിങ് ടു എലിമിനേറ്റ് y. എന്തുകൊണ്ട് y എലിമിനേറ്റ് ചെയ്യുന്നു? നിങ്ങൾ ബെറ്റർ ചിന്തിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈൻസ് വരുന്നത് ഏത് വേരിയബിൾ ആണോ ഓപ്പോസിറ്റ് സൈൻസ് ആയിട്ട് തന്നിട്ട് ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി ടു എലിമിനേറ്റ്. അതാണ് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ വന്ന് ഇവിടെ y ആണ്, സോ ഞാൻ അതുകൊണ്ട് y എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി എലിമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പേ അടുത്തൊരു കാര്യം നോക്കണം, വെദർ ദ കോഎഫിഷ്യൻസ് ആർ സെയിം. ഏത് വേരിയബിൾ ആണോ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് സെയിം ആണോ നോക്കുക. ഇവിടെ ദ കോഎഫിഷ്യന്റ് ഓഫ് y ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ ഇസ് 1 ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ഇസ് -3. ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോഎഫിഷ്യന്റ് സെയിം ആക്കണം. കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ വേണ്ടി ഈ ഫസ്റ്റ് ഇക്വേഷനെ ഐ എം മൾട്ടിപ്ലൈങ് ബൈ 3. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3y ആവില്ലേ? സോ ഐ എം മൾട്ടിപ്ലൈങ് ബൈ 3. സെക്കൻഡ് ഇക്വേഷന് മാറ്റം വേണ്ട, 3 തന്നെയാണ്, സോ അത് ജസ്റ്റ് റിമെയിൻസ് സെയിം. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ എലമെന്റിനെയും വി ഹാവ് ടു മൾട്ടിപ്ലൈ. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായി മാറി? 3x plus 3y equal to 15. ഈച്ച് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യണം, അത് മറന്നു പോകരുത്. ദെൻ സെക്കൻഡ് ഇക്വേഷന് യാതൊരു മാറ്റമില്ല, സോ ഐ എം റൈറ്റിംഗ് ദാറ്റ് ഇക്വേഷൻ ഇറ്റ്സെൽഫ്. സോ ഇപ്പം ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് y ആണ്. yന്റെ കോഎഫിഷ്യൻസ് ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് ഡയറക്റ്റ് ആഡ് ചെയ്യുക. അതാണ് പോയിന്റ്. ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ ഡയറക്റ്റ് ആഡ് ചെയ്യുക. സെയിം സൈൻ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈന് വരുന്നത് വേണം എടുത്താൽ നിങ്ങൾക്ക് കുറെ കൂടെ ഈസി ആവും. സബ്ട്രാക്ഷൻ അല്ലേ എപ്പോഴും കൺഫ്യൂഷൻ വരുത്തുക, അതുകൊണ്ടാണ് പറയുന്നത്. സോ അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് ഞാൻ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ what I am getting? (3x plus 2x 5x). അതായത് മൾട്ടിപ്ലൈ ചെയ്തുന്ന ഇക്വേഷൻ ഞാൻ 3 എന്ന് കൊടുത്തു. ദാറ്റ് ഇസ് വാട്ട് 3 plus 2 3x plus 2x 5x plus 3y minus 3y ആഡ് ചെയ്യുമ്പോൾ 0. Then 15 plus 4, isn't it? That is equal to 19. So 5x is equal to 19. Then x is equal to 19 by 5. X in the value I got as 19 by 5. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയ വില ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷൻ, ഒറിജിനൽ ഇക്വേഷൻ ഏതെങ്കിലും ഒറിജിനലായിട്ട് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാനിത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ദർ x plus y is equal to 5. That is 19 by 5 plus y is equal to 5. Then y is equal to 5 minus 19 by 5. That is equal to 25 minus 19 by 5. That's equal to 6 by 5. This is the way. So given equations എടുക്കുക, give it as equation 1 and equation 2. ഇനി നിങ്ങൾ ഏത് വേരിയബിൾ ആണോ എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുക. ആഫ്റ്റർ ഡിസൈഡിങ് ഇറ്റ് ചെക്ക് വെദർ ദ കോഎഫിഷ്യൻസ് ആർ സെയിം. കോഎഫിഷ്യൻസ് സെയിം അല്ലെങ്കിൽ സെയിം ആക്കുക ബൈ മൾട്ടിപ്ലൈങ്. ആഫ്റ്റർ ദാറ്റ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. മറ്റേത് എലിമിനേറ്റ് ആയി പോയി. അപ്പോൾ ആ കിട്ടിയ വില പിന്നെ നിങ്ങൾ ഒറിജിനൽ ഇക്വേഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് the other value also. This is the way. So next is cross multiplication method. Cross multiplication method is ഇതാണ് ഫോർമുല. x by b1 c2 minus b2 c1
equal to y by c1a2 minus c2a1 equal to 1 by a1b2 minus a2b1. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് ഇനി എളുപ്പത്തിൽ ഇത് എഴുതാൻ വേണ്ടി ഒരു ചാർട്ട് പോലെ നമുക്ക് നോക്കാം. ആദ്യം xy1 എന്ന് കൊടുക്കാം. Then write b1 b2, അതായത് b1 b2 the coefficient of y. Then c1 c2, that is the constant terms. Then write a1 a2, that is coefficient of x. Then again write the coefficient of y. Then x by വരുന്നത് b1 into c2, ഈ arrow, minus b2 into c1. Then y by c1 into a2 minus c2 into a1 equal to 1 by a1 into b2 a2 b1. ഇത് പഠിച്ചാൽ x below you have to write the coefficient. First you have to write the coefficient of y b1 b2, then constant coefficient, then x coefficient, then again you have to write y coefficient, then x y1, then b1 into c2, the arrow b1 into c2 minus b2 into c1 equal to y by c1 into a2 minus c2 into a1 equal to 1 by a1 into b2 minus a2 into b1. This is the way to find the solution of x and y using cross multiplication method. I think ഇത് ലാസ്റ്റ് ഇയറിൽ ഈ മെത്തേഡ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് വരാറില്ലായിരുന്നു. ഇനി തന്നെ ക്വസ്റ്റ്യനിൽ സിംപ്ലി സോൾവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ യു ക്യാൻ യൂസ് എനി മെത്തേഡ്. സോൾവ് ബൈ യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പം 3 മെത്തേഡും അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഏതാണോ ഈസി അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പം ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. സോ അതിൻ്റെ എക്സാമ്പിൾ 2x plus 3y equal to 46, 3x plus 5y equal to 74. First you have to write in ax plus by plus c. ആ ഫോമുല. അപ്പോൾ 2x plus 3y minus 46 is equal to 0. 3x plus 5y minus 74 equal to 0. ആ ജനറൽ ഫോമിൽ എഴുതിയതിന് ശേഷം നമ്മുടെ ആ ഡയഗ്രാം x y 1 b1 b2 coefficient of y, that is 3 5. Then constant c1 c2 minus 46 minus 74. Then here it is minus 46 minus 74, that is y. Then y, then again a1 a2, that is 2 3. Then again you have to write this coefficient of y, that is 3 5. നമ്മുടെ diagram x എന്താ x into x by 3 into minus 74 minus 5 into minus 46 equal to y by minus 46 into 3 minus 74 into 2 equal to 1 by 2 into 5 minus 3 into 3. This simplifying we will get it as x by minus 222 plus 230 equal to y by minus 138 plus 148 equal to 1 by 10 minus 9. Then this simplifying we will get it as x by 8 is equal to y by 10 is equal to 1 by 1. That means x by 8 is equal to 1 by 1 and y by 10 is equal to 1 by 1, which implies x is equal to 8 and y is equal to 10. This is the way to find the solution using cross multiplication method. ഈ ഡയഗ്രാം അതൊന്ന് ഓർത്താൽ മതി. എക്സിന്റെ താഴെ ഫസ്റ്റ് b1 b2, then c1 c2, then a1 a2, then again b1 b2, in between y and 1. അപ്പോൾ x by y by 1 by ആ റൂൾ 3 ഇങ്ങനെ, then ആ ആരോ കാണിച്ചിട്ടുണ്ട്, അത് 3 into minus 74 minus 5 into minus 46. That minus 46 into 3 minus 74 into 2 minus then 1 by 2 into 5 minus 3 into 3. Adu orthal it will be very easy for solving using cross multiplication method. Next നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് ഇക്വേഷൻസ് തരാം. അതായത് ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. നമ്മൾ സാധാരണ ഇക്വേഷൻസ് എങ്ങനെയാണ് 2x plus 3y equal to 5 അങ്ങനെ. ഇവിടെ നോക്കിയേ 2 by x plus 3 by y, അതായത് ഡിനോമിനേറ്ററിൽ വേരിയബിൾ വരും. ഇത് നമ്മുടെ ലീനിയർ ഫോം അല്ല, ലീനിയർ ഇക്വേഷൻ ഫോം അല്ല, പക്ഷെ നമുക്ക് ലീനിയർ ഇക്വേഷനിലേക്ക് ആക്കി മാറ്റാം. അതായത് 2 by x plus 3 by y equal to 13, 5 by x minus 4 by y equal to minus 2. ഈ 2 by x means 2 into 1 by x അല്ലേ. 3 by y means 3 into 1 by y equal to 13. അതുപോലെ 5 into 1 by x minus 4 into 1 by y is equal to minus 2. Just 1 by x നമ്മൾ p,
ആൻഡ് 1/y q അല്ലെങ്കിൽ uv ഏതെങ്കിലും അതർ ദാൻ വേരിയബിൾസ് x ആൻഡ് y വേറെ ഏത് വേരിയബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ 1/x p എന്നും 1/y q എന്നും കൊടുക്കുന്നു. അപ്പൊ ഈ ഇക്വേഷൻ എന്തായി മാറി? 2p plus 3q equal to 13 and 5p minus 4q equal to minus 2. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ സാധാരണ ലീനിയർ ഇക്വേഷന്റെ ഫോമിലേക്ക് കിട്ടി. 2p plus 3q equal to 13 and 5p minus 4q equal to minus 2. ഇനി നമുക്ക് ലീനിയർ ഇക്വേഷൻസ് ഇപ്പോൾ 3 മെത്തേഡ് പഠിച്ചു. ഐദർ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പിന്റെയും ക്യൂവിന്റെയും വാല്യൂ കിട്ടും. പിന്റെയും ക്യൂവിന്റെയും വാല്യൂ കിട്ടും. ബട്ട് വി വാണ്ട് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പൊ ഇവിടെ 1/x ആണ് നമ്മുടെ പി, 1/y ആണ് നമ്മുടെ ക്യൂ. അതിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. സോ പിയും ക്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2p plus 3q equal to 13 and 5p minus 4q equal to minus 2. ഞാനിവിടെ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്ത്. ഐ എം ഗോയിങ് ടു എലിമിനേറ്റ് q, but its coefficients are not same. അപ്പോൾ കോഎഫിഷ്യന്റ് സെയിം ആക്കുന്നു. ഫസ്റ്റ് ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഗിവൺ ഇക്വേഷൻ ബിക്കം 8p plus 12q equal to 52 and 15 second equation 15p minus 12q is equal to minus 6. So I am going to eliminate the q and signs opposite ആണ്. So just add those equation. അപ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? 23p equal to 46 and p equal to 2. ആ കിട്ടിയ പിന്റെ വില ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ 2p plus 3q equal to 13 ഒറിജിനൽ ഇക്വേഷനിൽ അവിടെ കൊടുക്കുന്നു. അവിടെ കൊടുക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് q ആസ് 3. അപ്പോൾ പിന്റെയും ക്യൂവിന്റെയും വാല്യൂ കിട്ടി. ബട്ട് വി വാണ്ട് x ആൻഡ് y. What is our x? 1/x ആണ് p. That means 1/x is equal to 2 implies x is equal to 1/2 and 1/y is equal to 3 implies y is equal to 1/3. ഇങ്ങനെ ടൈപ്പ് ഇക്വേഷൻസ്, അതായത് സാധാരണ ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ഫോമിലല്ല, പക്ഷെ നമുക്ക് അതിനെ ലീനിയർ ഇക്വേഷൻ ഫോമിലാക്കാം ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ്. അതായത് ഡിനോമിനേറ്ററിലായിരിക്കും വേരിയബിൾസ് ഉണ്ടാവുക. അവിടെ നമ്മൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ലീനിയർ ഇക്വേഷൻ ഫോമിലേക്കാക്കി മാറ്റി വാല്യൂസ് കണ്ടുപിടിക്കാം. ഇനി എപ്പോഴും എക്സാമിന് വരാറുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഷ്ടംപോലെ വേർഡ് പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ട്. എല്ലാം പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിലൊരെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എ ബോട്ട് ഗോസ് 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 10 hours. In 13 hours, it can go 40 kilometer upstream and 55 kilometer downstream. Determine the speed of the stream and that of boat in still water. അപ്പോൾ ഒരു ബോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്സ്ട്രീമും അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നതും കൂടെ 30 കിലോമീറ്റർ അപ്സ്ട്രീം പോയി 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീമും പോകാൻ ഒരു ബോട്ട് 10 hours എടുക്കും. അതുപോലെ 13 hours 40 കിലോമീറ്റർ അപ്സ്ട്രീമും പോയി 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീമും പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡ് ഓഫ് സ്ട്രീം ആൻഡ് ദാറ്റ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എത്രയാണ്, ബോട്ടിൻ്റെയും പിന്നെ സ്ട്രീമിൻ്റെയും സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഫസ്റ്റ് 2 ക്വാണ്ടിറ്റീസ്. സോ വി ആർ ഗിവിംഗ് ദ വേരിയബിൾസ്. സ്പീഡ് ഓഫ് ബോട്ടിൻ്റെ സ്പീഡ്, സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് x കിലോമീറ്റർ പെർ അവർ. അതുപോലെ സ്പീഡ് ഓഫ് സ്ട്രീം y കിലോമീറ്റർ പെർ അവർ എന്ന് നമ്മൾ എടുക്കുന്നു. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അത് ഏതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനെ ആണ് നമ്മൾ അൺനോൺ ക്വാണ്ടിറ്റീസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ വേരിയബിൾസ് കൊടുക്കുന്നത്. സോ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ x കിലോമീറ്റർ പെർ അവർ ആൻഡ് സ്പീഡ് ഓഫ് സ്ട്രീം ആസ് y കിലോമീറ്റർ പെർ അവർ എന്ന് എടുക്കുന്നു. ഇനി അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും പോയ കാര്യമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോ സ്പീഡ് ഓഫ് ബോട്ട് ഡൗൺ സ്ട്രീം നമുക്കറിയാം. ഒരു ബോട്ട് ഈ വെള്ളത്തിൽ കടലിൽ പോകുമ്പോൾ ബോട്ടിൻ്റെ സ്പീഡും ഉണ്ടാവും, തിരയുടെ സ്പീഡും രണ്ടും കൂടെ ചേർന്നാണ് അത് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓൾറെഡി ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ആ മൂവ് ഡൗൺ സ്ട്രീമിലേക്ക് പോകും. സ്ട്രീമിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടാണ്, നമ്മളെ അടുത്തോട്ടല്ലേ. ഡൗൺ അത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. സോ അങ്ങോട്ട് പോകുമ്പോൾ ബോത്ത് ആർ ഇൻ ഓപ്പോസിറ്റ്. ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടും സെയിം ഡയറക്ഷനിലാണ്. അതായത് സ്ട്രീമിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മളെ അടുത്തോട്ടേക്കാണ്, പോകുമ്പോൾ അതെന്താവും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതാണ് സ്പീഡ് ഓഫ് ബോട്ട് ഡൗൺ സ്ട്രീം. തിരിച്ച് വരുമ്പോൾ ബോട്ടിൻ്റെയും ആ സ്ട്രീമിൻ്റെയും ഡയറക്ഷൻ സെയിം. അതാണ് x + 5.
പോകുമ്പോൾ സ്പീഡ് അപ്സ്ട്രീം, ബോട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്, തിര ഇങ്ങോട്ടേക്കാണ് വരുന്നത്. സോ ഇൻ ഓപ്പോസിറ്റ്, ദാറ്റ് ഇസ് വൈ എക്സ് മൈനസ് വൈ. അതാണ് ആ കാര്യം ഓർത്താൽ മതി. സ്പീഡ് ഓഫ് ബോട്ട് ഡൗൺ സ്ട്രീം ഇസ് ഓൾവേസ് എക്സ് പ്ലസ് വൈ ആൻഡ് അപ്സ്ട്രീം എക്സ് മൈനസ് വൈ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ബോട്ട് അങ്ങോട്ടേക്ക് പോകുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തിര വരുന്നത്, ദാറ്റ് ഇസ് വൈ മൈനസ് വൈ, എക്സ് മൈനസ് വൈ. തിരിച്ചു വരുമ്പോൾ രണ്ടും സെയിം ഡയറക്ഷൻ, ദാറ്റ് ഇസ് വൈ എക്സ് പ്ലസ് വൈ. പിന്നെ നമുക്ക് ഇവിടെ ടൈമും ഡിസ്റ്റൻസും സ്പീഡും തമ്മിലുള്ള റിലേഷൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ഓൾറെഡി വി നോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ആ കണ്ടീഷൻ തന്ന കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണ്. ആദ്യം ബോട്ട് ഗോസ് 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. അത് രണ്ടും പോവാനെടുത്ത ടോട്ടൽ ടൈം ആണ് 10. അപ്പോൾ ടൈം ടേക്കൺ ടു ഗോ അപ്സ്ട്രീം ഇസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഇസ് 30, സ്പീഡ് അപ്സ്ട്രീം എക്സ് മൈനസ് വൈ. അതുപോലെ ടൈം ടേക്കൺ ടു ഗോ ഡൗൺ സ്ട്രീം, അത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 44, speed up downstream is x plus y. Together, that is y plus is equal to 10. Second condition, 40 kilometer upstream. Appo time is 40 by x minus y. And 55 kilometer downstream. That is 55 by x plus y. Together, that is plus is 30. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇതിപ്പോൾ സാധാ ലീനിയർ ഇക്വേഷൻ ഫോമിലല്ല, ഡിനോമിനേറ്ററിലാണ് വേരിയബിൾ. സോ നേരത്തെ നമ്മൾ കണ്ടതുപോലെ we have to give 1 by x minus y. ഇവിടെ നേരത്തെ 1 by x ആയിരുന്നു, ഇവിടെ 1 by x minus y. So 1 by x minus y as p and 1 by x plus y as q. So 1 by x minus y ക്ക് p യും 1 by x plus y ക്ക് q യും കൊടുക്കുമ്പോൾ the equation changes to 30p plus 44q is equal to 10 and 40p plus 55q is equal to 13. ഇനി നമുക്ക് ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാമാണ് p യും q. ഞാനിവിടെ എലിമിനേഷൻ, I am going to eliminate p. p ആണ് eliminate ചെയ്യുന്നത്. So coefficients not same, so same ആക്കാൻ just multiply the first equation by 4 and second equation by 3. അപ്പോൾ 120p plus 176q is equal to 40 and 120p plus 165q is equal to 39 കിട്ടും. പിന്നെ ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേരിയബിളിന്റെ സൈന് രണ്ടും സെയിം ആണ്. സോ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് എക്സ്പ്രഷൻസിന്റെ സൈന് ചേഞ്ച് ആക്കണം. അതാണ് ഇത് മൈനസ് ആയി, ആക്ച്വൽ സൈൻ ഈസ് പ്ലസ്, അത് മൈനസ് ആയി. ഹിയർ ഓൾസോ ആക്ച്വൽ സൈൻ ഈസ് പ്ലസ്, അത് ചേഞ്ചസ് ടു നെഗറ്റീവ്. എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച വേരിയബിളിന്റെ സൈന് സെയിം ആയതുകൊണ്ടാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും സെക്കൻഡ് എക്സ്പ്രഷൻസിന്റെ ടേംസിന്റെ സൈൻ എല്ലാം ചേഞ്ച് ചെയ്യണം. അതാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. പ്ലസ് 120p എന്നുള്ളത് മൈനസ്, അത് ചേഞ്ച് ചെയ്ത സൈനാണ് മേലെ സെപ്പറേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. പ്ലസ് 165 എന്നുള്ളത് മൈനസ്, ദെൻ 39 എന്നുള്ളത് പ്ലസ് 39 മൈനസ്. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 176 മൈനസ് 165 വിൽ ഗെറ്റ് ആസ് 11q. 40 minus 39 1. So q 1 by 11. Qന്റെ വാല്യൂ 1 by 11 എന്ന് കിട്ടി. അത് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ, ഒറിജിനൽ ഇക്വേഷൻ 30p plus 44q is equal to 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് pന്റെ വാല്യൂ I got as 1 by 5. അപ്പോൾ p യും q ആണ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ we want to find the value of x and y. അതായത് 1 by x minus y is equal to p. That means 1 by x minus y is equal to 1 by 5 and 1 by x plus y is equal to 1 by x plus y is equal to q. That means 1 by x plus y is equal to 1 by 11, which implies x minus y is equal to 5 and x plus y is equal to 11. Again, I got two linear equations solved by elimination. I am going to eliminate y, coefficient same, opposite sign. So directly adding 2x is equal to 16. That means x is equal to 8 and substituting the value of x in any of the two equation. X plus y is equal to 11 il kodukunu. That means y is equal to 11 minus 8, 3. Appo the value of x I got as 8 and value of y 3. Speed of boat in still water ആയിരുന്നു നമ്മളെ value of x. So speed of boat I got as 8 km per hour and speed of stream as 3 km per hour. This is the way to conclude the question. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവർക്കും പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ, ഹൗ ടു സോൾവ് ദിസ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ഗ്രാഫിക്കലി ഹൗ ടു സോൾവ്, ജോമെട്രിക്കലി ആൾജിബ്രൈക്കലി ഹൗ ടു സോൾവ് എന്ന കാര്യം
ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ 2 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ എന്നും പറയും പോലെ താങ്ക് യു ഫോർ വാച്ചിങ് കിഡൂസ് ഗണിത ലോക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സജഷൻസും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.